ജന്മഭൂമി പ്രധാന വാർത്തകൾ. ക്യാൻസർ മരുന്ന് വില വെട്ടിക്കുറച്ചു. സർവകലാശാല ഗവേഷണ ഗ്രാന്റിന്റെ GST ഒഴിവാക്കി. പാക്കറ്റ് ഭക്ഷണ വിലയും കുറച്ചു. ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ GSTയിൽ തീരുമാനമെടുക്കാൻ മന്ത്രിതല സമിതി. ന്യൂഡൽഹി. ക്യാൻസർ മരുന്നുകളുടെ വില കേന്ദ്ര സർക്കാർ കുത്തനെ കുറച്ചു. ഇവയുടെ ചരക്കു സേവന നികുതി GST 12-ൽ നിന്ന് 5% ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ GST കുറയ്ക്കുന്നതിൽ നവംബറിലെ കൗൺസിൽ യോഗം തീരുമാനമെടുക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിൽ 54ാമത് GST കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ GST കുറയ്ക്കുന്നത് പരിശോധിക്കാൻ മന്ത്രിതല സമിതിയെ നിയോഗിച്ചു. നിലവിൽ 18% ഇൻഷുറൻസ് പ്രീമിയത്തിന് GST. കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് ലഭിക്കുന്ന ഗവേഷണ വികസന R&D ഗ്രാന്റിന്റെ GST ഒഴിവാക്കി. പാക്കറ്റുകളിലാക്കിയ ഏതാനും ലഘുഭക്ഷണങ്ങളുടെയും നികുതി 18%-ൽ നിന്ന് 12% കുറച്ചു. ഷെയറിംഗ് അടിസ്ഥാനത്തിൽ തീർത്ഥാടനത്തിനും വിനോദസഞ്ചാരത്തിനും ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളുടെ GST 5% നേരത്തെ 18% ചാർട്ടേഡ് ഹെലികോപ്റ്റർ സേവനങ്ങൾക്ക് 18% GST ഈടാക്കും. 2000 രൂപയ്ക്ക് താഴെയുള്ള ഇടപാടുകളിൽ നിന്ന് ഓൺലൈൻ പേയ്മെന്റ് സേവനദാതാക്കൾ നേടുന്ന വരുമാനത്തിന് 18% GST ഈടാക്കണമെന്ന നിർദ്ദേശം തൽക്കാലം നടപ്പാക്കില്ല. ഇക്കാര്യം പരിശോധിക്കാൻ ഫിറ്റ്മെന്റ് കമ്മിറ്റിക്ക് കൈമാറിയെന്ന് ഉത്തരാഖണ്ഡ് ധനമന്ത്രി പ്രേംചന്ദ് അഗർവാൾ പറഞ്ഞു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും തീരുമാനം. 2000 രൂപയ്ക്ക് താഴെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള ഇടപാടിന്മേലുള്ള വരുമാനത്തിന് 18% GST ഏർപ്പെടുത്തുന്നത് അടുത്ത യോഗത്തിൽ പരിഗണിക്കും. കാർ സീറ്റിനുള്ള GST 18%-ൽ നിന്ന് 21%-ആക്കിയേക്കും. 2 വീലർ സീറ്റുകളുടെ GST 28%-ൽ നിന്ന് കുറയ്ക്കണമെന്ന ആവശ്യം കൗൺസിൽ അംഗീകരിച്ചില്ല. നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കജ് ചൗധരി, ഗോവ, മേഘാലയ മുഖ്യമന്ത്രിമാർ, അരുണാചൽ പ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, തെലങ്കാന ഉപമുഖ്യമന്ത്രിമാർ, മറ്റു സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാർ, ധനകാര്യ വകുപ്പ് ഉന്നതോദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വില കുറഞ്ഞ ക്യാൻസർ മരുന്നുകൾ. ട്രസ്റ്റ് സുമാബ് ഡെറുസ്റ്റിക്കാൻ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള മരുന്ന് 100 mg വയൽ. ഇപ്പോഴത്തെ വില 12,000 രൂപ. ഒസിമേർ ടിനിബ് ശ്വാസകോശ ക്യാൻസർ ബോട്ടിലിന് 5,500 രൂപ. ഡർവാലുമാബ് കീമോതെറാപ്പിക്കുള്ള മരുന്ന് വയലിന് 5,000 രൂപ. രാജ്യത്ത് കുരങ്ങുപനി സ്ഥിരീകരിച്ചു. ന്യൂഡൽഹി. രാജ്യത്ത് എംപോക്സ് കുരങ്ങുപനി മങ്കി പോക്സ് ബാധ സ്ഥിരീകരിച്ചെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗലക്ഷണങ്ങളോടെ കഴിഞ്ഞ ദിവസം നിരീക്ഷണത്തിലാക്കിയ യുവാവിന്റെ സാമ്പിൾ പരിശോധന പോസിറ്റീവാണ്. എംപോക്സ് വൈറസിന്റെ വെസ്റ്റ് ആഫ്രിക്കൻ ക്ലേഡ് 2 വകഭേദമാണ് കണ്ടെത്തിയത്. 2022 ജൂലൈ മുതൽ രാജ്യത്ത് 30 പേരിൽ ഈ വകഭേദം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനാൽ കഴിഞ്ഞ മാസം ലോകത്ത് പലയിടങ്ങളിലും കുരങ്ങുപനി സ്ഥിരീകരിച്ചപ്പോൾ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ ഇതിനു ബാധകമല്ല. എംപോക്സ് റിപ്പോർട്ട് ചെയ്ത രാജ്യത്ത് നിന്നെത്തിയ യുവാവിനാണ് രോഗബാധ. ഡൽഹിയിലെ ആശുപത്രിയിലാണ് ഇപ്പോൾ. നുഴഞ്ഞുകയറ്റ ശ്രമം. 2 ഭീകരരെ സൈന്യം വധിച്ചു. ശ്രീനഗർ. ജമ്മുകാശ്മീർ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച 2 ഭീകരരെ സൈന്യം വെടിവെച്ചു കൊന്നു. നൌഷേര സെക്ടറിൽ ഞായറാഴ്ച രാത്രിയിലാണ് നുഴഞ്ഞുകയറ്റ ശ്രമം. വേറെയും ഭീകരർ കൊല്ലപ്പെട്ടതായി സംശയമുള്ളതിനാൽ നുഴഞ്ഞുകയറ്റ വിരുദ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ലാം മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. പ്രദേശത്ത് നുഴഞ്ഞുകയറ്റ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് പെട്രോളിംഗ് ശക്തമാക്കിയിരുന്നു. തെരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരർ വെടിയുതിർക്കുകയും സൈന്യം തിരിച്ചടിക്കുകയുമായിരുന്നു. കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന് 2 AK-47 തോക്കുകളും ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഭാരതവും UAEയും 4 കരാറുകളിൽ ഒപ്പുവെച്ചു. ന്യൂഡൽഹി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്ത്രപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. ഊർജ സഹകരണം വിപുലീകരിക്കാനുള്ള 4 കരാറുകളിലാണ് ഒപ്പുവെച്ചത്.
ഭാരതത്തിൽ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയതാണ് അബുദാബി കിരീടാവകാശി. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കാൻ ധാരണയായി. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡും തമ്മിലെ LNG വിതരണത്തിനുള്ള ദീർഘകാല കരാറാണ് പ്രധാനപ്പെട്ടത്. ഇന്ത്യ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡുമായും കരാറായിട്ടുണ്ട്. കൂടാതെ എമിറേറ്റ്സ് ന്യൂക്ലിയർ എനർജിയും ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. അബുദാബി ഓൺഷോർ ബ്ലോക്കും ഊർജ ഭാരതും തമ്മിലാണ് 4ാമത്തെ കരാർ. ഭാരതത്തിൽ ഫുഡ് പാർക്കുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച കരാറിൽ ഗുജറാത്ത് സർക്കാരും അബുദാബി ഡെവലപ്മെൻ്റൽ ഹോൾഡിംഗ് കമ്പനിയും ഒപ്പുവെച്ചു. ഷെയ്ഖ് ഖാലിദിനെ ഹൈദരാബാദ് ഹൗസിലാണ് മോദി സ്വീകരിച്ചത്. ഉറ്റ സുഹൃത്തിന് ഊഷ്മള സ്വാഗതമെന്നാണ് ഷെയ്ഖ് ഖാലിദ് മോദി കൂടിക്കാഴ്ചയെ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷെയ്ഖ് ഖാലിദ് രാജ്ഘട്ടിലെത്തി ഗാന്ധിജിക്ക് ആദരമർപ്പിച്ചു. രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി ചർച്ച നടത്തി. ഇന്നും മുംബൈക്ക് പോകുന്ന അദ്ദേഹം ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കും. വ്യവസായ രംഗത്തെ പ്രമുഖരെ കാണും. ലുലു മാളിൽ ലുലു ഫോറക്സ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് വിദേശ കറൻസി വിനിമയ രംഗത്ത് പ്രവർത്തിക്കുന്ന ലുലു ഫോറക്സിൻ്റെ ഇന്ത്യയിലെ 31ാമത്തെ ശാഖ കോഴിക്കോട് ലുലു മാളിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഉദ്ഘാടനം ചെയ്തു. ലുലു ഫോറക്സുമായി ഇടപാട് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് വേണ്ടി ലോകോത്തര നിലവാരമുള്ള സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും കോഴിക്കോടൻ വിപണിയിൽ ലുലു ഫോറക്സിൻ്റെ ശാഖ ആരംഭിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഉദ്ഘാടന ചടങ്ങിൽ ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് MD അദീബ് അഹമ്മദ് പറഞ്ഞു. അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സിന് കീഴിലുള്ള ഇന്ത്യൻ ധനകാര്യ സ്ഥാപനമാണ് ലുലു ഫോറക്സ്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടെ വിദേശ നാണ്യ വിനിമയ രംഗത്ത് ലുലു ഫോറക്സ് ശക്തമായ സാന്നിധ്യവുമാണ്. വാണിജ്യ വ്യാപാര രംഗത്തും ജോലി സംബന്ധമായും വിദേശവുമായി സജീവമായി ഇടപെടുന്ന മലബാറിലെ ഉപഭോക്താക്കളുടെ വിവിധ ആവശ്യങ്ങൾ അനുസരിച്ചുള്ള മികച്ച സാമ്പത്തിക സേവനങ്ങൾ ലുലു ഫോറക്സിലൂടെ ലഭ്യമാകും. വിദേശ കറൻസി വിനിമയം, ട്രാവൽ കറൻസി കാർഡുകൾ, മറ്റ് മൂല്യവർദ്ധിത സേവനങ്ങൾ എന്നിവ ഇവിടെ നിന്നും ലഭിക്കും. ബിംബിസ് ഗ്രൂപ്പ് ചെയർമാൻ PA അബ്ദുൾ ഗഫൂർ, ലുലു ഫോറക്സ് ഡയറക്ടർ ഷിബു മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. മേപ്പാടി പുനരധിവാസത്തിന് സർവേ. കൽപ്പറ്റ ഉരുൾപൊട്ടൽ അതിജീവിതരുടെ പുനരധിവാസത്തിനുള്ള മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നതിനായി മേഖലയിലെ 1009 വീടുകളിൽ സർവേ നടത്തി. ദുരിതബാധിതരുടെ മാനസിക, ശാരീരിക, സാമ്പത്തിക, സാമൂഹിക മേഖലകളിലെ വീണ്ടെടുപ്പിനും ഉയർച്ചയ്ക്കും ഊന്നൽ നൽകിയാണ് സർക്കാർ പദ്ധതി നിർവഹണം നടത്തുന്നത്. കാലതാമസമില്ലാതെ ഫലപ്രദമായ പദ്ധതികൾ ഗുണഭോക്താക്കളിൽ എത്തിക്കണമെന്ന് ഇന്നലെ നടന്ന ചർച്ചയിൽ അഭിപ്രായമുയർന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കുടുംബശ്രീ മിഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് പുനരധിവാസ മൈക്രോ പ്ലാൻ ശില്പശാല സംഘടിപ്പിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരുജ്ജീവനത്തിന് ആവശ്യമായ പദ്ധതികൾ സംബന്ധിച്ച ചർച്ചയും തയ്യാറെടുപ്പും നടത്തുന്നതിനാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കൽപ്പറ്റ ഗ്രീൻ ഗേറ്റ്സ് ഹോട്ടലിൽ നടന്ന ശില്പശാല തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ A ഗീത അധ്യക്ഷയായ പരിപാടിയിൽ ജില്ലാ കളക്ടർ DR മേഘശ്രീ, അസിസ്റ്റന്റ് കളക്ടർ S ഗൗതം രാജ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ PK ബാലസുബ്രഹ്മണ്യൻ, ശുചിത്വ മിഷൻ കൺസൾട്ടന്റ് N ജഗജീവൻ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ടൂറിസം സജീവമാകുന്നു. വിദേശ ടൂറിസ്റ്റുകളും എത്തിത്തുടങ്ങി. ബത്തേരി മുണ്ടക്കൈ ഉരുൾപൊട്ടലോടെ നിർജീവമായ ടൂറിസം മേഖല ഓണക്കാലം എത്തിയതോടെ ഉണർന്നു. ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞതും ടൂറിസം മേഖലയെ സജീവമാക്കിയിട്ടുണ്ട്. വിദേശ ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ഭാഗമായി ജർമ്മനിയിൽ നിന്ന് ജില്ലയിലെത്തിയ 4 അംഗ സംഘം എടക്കൽ ഗുഹയും റിപ്പൺ
ടീ ഫാക്ടറിയും സന്ദർശിച്ചു. വരുന്നയാഴ്ച കൂടുതൽ വിദേശികളുടെ സംഘം ജില്ലയിലെത്തുമെന്ന് ടൂറിസം ഗൈഡുകളും പറയുന്നു. ചെറിയൊരു ഇടവേളയ്ക്കു ശേഷം വയനാടൻ ടൂറിസം വീണ്ടും ലോക ശ്രദ്ധയിലേക്ക് ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയ അയർലൻഡ്, UK, ജർമ്മൻ സ്വദേശികളാണ് എടക്കൽ ഗുഹ, റിപ്പൺ ടീ ഫാക്ടറി എന്നിവിടങ്ങൾ സന്ദർശിക്കുകയും വയനാടിൻ്റെ പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തത്. വയനാട് നേച്ചർ ടൂർസിലെ പരിചയസമ്പന്നനായ സാബു അബ്രഹാമാണ് വിദേശികൾക്ക് വഴികാട്ടിയായത്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ വയനാട്ടിലേക്ക് വരുന്നതിനെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാരാലിമ്പിക്സിന് കൊടിയിറങ്ങി, ഉജ്ജ്വല നേട്ടവുമായി ഭാരതം. പാരീസ്. 17ാമത് പാരാലിമ്പിക്സിന് പാരീസിൽ കൊടിയിറങ്ങി. വർണ്ണശബളമായ ചടങ്ങുകളോടെയായിരുന്നു സമാപന ചടങ്ങുകൾ. സമാപന ചടങ്ങിൽ പാരാ ആർച്ചറി താരം ഹർവീന്ദർ സിംഗും പാരാ അത്ലറ്റിക്സ് താരം പ്രീതി പാലും ഭാരത പതാക വഹിച്ചു. 2028 US-ലെ ലോസ് ആഞ്ചലസിലാണ് അടുത്ത ഗെയിംസ്. ഭാരതത്തിൻ്റെ സ്വപ്നതുല്യം നേട്ടത്തിനാണ് ഇത്തവണ പാരീസ് സാക്ഷ്യം വഹിച്ചത്. പാരാലിമ്പിക്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മെഡൽ കൊയ്ത്തുമായാണ് ഭാരതത്തിൻ്റെ പാരാ അത്ലറ്റുകൾ തിരിച്ചുവരുന്നത്. തങ്ങളുടെ ശാരീരിക പരിമിതികൾ കരുത്താക്കി മാറ്റി നിശ്ചയദാർഢ്യത്തോടെ മത്സരിക്കാനിറങ്ങിയ ഭാരതത്തിൻ്റെ അഭിമാന കായിക താരങ്ങൾ 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും അടക്കം 29 മെഡലുകളാണ് പാരീസിൽ വാരിക്കൂട്ടിയത്. ഭാരതം ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയെന്നത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ സ്വർണം സ്വന്തമാക്കുന്നതിനും പാരീസ് പാരാലിമ്പിക്സ് സാക്ഷ്യം വഹിച്ചു. കഴിഞ്ഞ ടോക്കിയോ പാരാലിമ്പിക്സിൽ ഭാരതം 5 സ്വർണവും 8 വെള്ളിയും 6 വെങ്കലവുമടക്കം 19 മെഡലുകളാണ് സ്വന്തമാക്കിയിരുന്നത്. ആ റെക്കോർഡാണ് ഇത്തവണ പാരീസിൽ തിരുത്തിയത്. ടോക്കിയോയിൽ മെഡൽ പട്ടികയിൽ 24ാം സ്ഥാനത്തായിരുന്ന രാജ്യം ഇത്തവണ 18ാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറുകയും ചെയ്തു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘവുമായാണ് ഭാരതം ഇത്തവണ പാരാലിമ്പിക്സിനായി പാരീസിലെത്തിയത്. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 84 പേരാണ് മത്സരിക്കാൻ ഇറങ്ങിയത്. മെഡൽ വേട്ടയിൽ ചൈനയാണ് ചാമ്പ്യന്മാർ. 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവുമാണ് ജാവലിൻ ത്രോയിൽ നിന്ന് മാത്രം ഇന്ത്യയുടെ നേട്ടം. ബാഡ്മിൻ്റൺ 5, ഷൂട്ടിംഗ് 4, ആർച്ചറി 2, ജൂഡോ 1 എന്നിവയാണ് ഇന്ത്യയ്ക്കു മെഡൽ നേടിത്തന്ന മറ്റു മത്സര ഇനങ്ങൾ. ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘവുമായാണ് 84 ഇന്ത്യ ഇത്തവണ മത്സരിച്ചത്. 94 സ്വർണവും 76 വെള്ളിയും 50 വെങ്കലവും അടക്കം 220 മെഡലുകളാണ് ചൈനീസ് താരങ്ങൾ സ്വന്തമാക്കിയത്. 49 സ്വർണവും 44 വെള്ളിയും 39 വെങ്കലവും അടക്കം 124 മെഡലുകളുമായി ബ്രിട്ടനാണ് രണ്ടാമത്. 36 സ്വർണവും 42 വെള്ളിയും 27 വെങ്കലവും അടക്കം 105 മെഡലുകളുമായി USA മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി. പാരാലിമ്പിക്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മെഡൽ നേട്ടത്തിന് ഭാരതത്തിന് കരുത്തായത് പാരാ അത്ലറ്റിക്സ് താരങ്ങളുടെ മിന്നുന്ന പ്രകടനമാണ്. 4 സ്വർണവും 6 വെള്ളിയും 7 വെങ്കലവും അടക്കം 17 മെഡലുകളാണ് ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങളിൽ നിന്നായി ഭാരത താരങ്ങൾ സ്വന്തമാക്കിയത്. ബാഡ്മിൻ്റൺ, ഷൂട്ടിംഗ്, ആർച്ചറി എന്നിവയിൽ ഓരോ സ്വർണവും ഭാരത താരങ്ങൾ കരസ്ഥമാക്കി. കൂടാതെ ബാഡ്മിൻ്റണിൽ 2 വീതം വെള്ളിയും വെങ്കലവും, ഷൂട്ടിങ്ങിൽ 1 വെള്ളിയും 2 വെങ്കലവും നേടിയപ്പോൾ മറ്റൊരു വെങ്കലം ആർച്ചറിയിൽ നിന്നാണ്. ഷൂട്ടിങ്ങിൽ വനിതകളുടെ R2 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 വിഭാഗത്തിൽ ആവണി ലേഖര, പുരുഷ സിംഗിൾസ് SL3 വിഭാഗം ബാഡ്മിൻ്റണിൽ നിതേഷ് കുമാർ, ജാവലിൻ ത്രോ F64 സുമിത് ആൻഡിൽ, അമ്പെയ്ത്ത് വ്യക്തിഗത റിക്കർവ് ഓപ്പൺ വിഭാഗത്തിൽ ഹർവിന്ദർ സിംഗ്, അത്ലറ്റിക്സ് ക്ലബ് ത്രോ ഓഫ് 51 ധരംഭീർ 9, ഹൈജമ്പ് T64 വിഭാഗത്തിൽ പ്രവീൺ കുമാർ, ജാവലിൻ F41 വിഭാഗത്തിൽ നവ്ദീപ് സിംഗ് എന്നിവരാണ് പാരീസിൽ ഭാരതത്തിനായി പൊന്നണിഞ്ഞത്. ഷൂട്ടിങ്ങിൽ മനീഷ് നർവാൾ, അത്ലറ്റിക്സിൽ നിഷാദ് കുമാർ, യോഗേഷ് കുത്തനിയ, തുളസിമതി മുരുകേശൻ, സുഹാസ് യതിരാജ്, അജീത് സിംഗ് യാദവ്, സച്ചിൻ ഖിലാരി, പ്രണവ് സുർവ എന്നിവർ വെള്ളി നേടി. ഷൂട്ടിങ്ങിൽ മോന അഗർവാൾ, റുബീന ഫ്രാൻസിസ്, ബാഡ്മിൻ്റണിൽ മനീഷ രാംദാസ്, നിത്യ ശിവൻ,
ജൂഡോയിൽ കപിൽ പാർമർ, അത്ലറ്റിക്സിൽ പ്രീതി പാൽ 2, ദീപ്തി ജീവൻജി, മാരിയപ്പൻ തങ്കവേലു, സുന്ദർ സിംഗ് ഗുജ്ജാർ, ഹോക്തോ ഹൊട്ടോഷെ, സെമ സിമ്രാൻ ശർമ്മ. അമ്പെയ്ത്ത് കോമ്പൗണ്ട് മിക്സഡ് ടീം ഇനത്തിൽ ശീതൾ ദേവി, രാകേഷ് കുമാർ എന്നിവർ വെങ്കലവും നേടി ഭാരതത്തിൻ്റെ അഭിമാന താരങ്ങളായി മാറി. ശുഭദിനം. നന്ദി.